വീണ്ടും നല്ല പ്രഭാതം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കാൻ സർവ്വകൃപാലുവായ ദൈവം കൃപ നൽകുന്നു. എഫേസ്യ ലേഖനത്തിൻ്റെ ചിന്തകൾ നമുക്ക് ഇഴകീറി പഠിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ലോക സ്ഥാപനത്തിന് മുമ്പേ സ്നേഹത്തോട് അവനിൽ നമ്മളെ തിരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് അടുത്ത ഭാഗത്തിലേക്ക് കയറാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. കണ്ടോ, രണ്ടാമത്തെ പദം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം. ദൈവത്തിന്റെ ഹിതത്തിന് അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? ആമേൻ. ആ പ്രസാദകരമായൊരു ജീവിതമാണോ നമുക്ക് നയിക്കാൻ കഴിയുന്നത്? നമ്മളെ എങ്ങനെ തിരഞ്ഞെടുത്തെന്ന് അവിടെ പറയുന്നത്? ദത്തെടുത്തു. കണ്ടോ, ആ പദം ഒന്ന് നോക്കിയേ. യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. വീണ്ടെടുപ്പുമായിട്ട് ചേർത്ത് ഇതിനെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ആമേൻ. വീണ്ടെടുപ്പ് എന്നുള്ള പദം തന്നെ ആമേൻ ഒരു അടിമയെ തിരിച്ച് വില കൊടുത്ത് തിരിച്ചെടുക്കുന്നതിൻ്റെ പേരാ വീണ്ടെടുപ്പ്. ആമേ അടിമച്ചന്തയിൽ ഒരു അടിമ വ്യാപാരി, അടിമകളെ വ്യാപാരം ചെയ്യുന്ന ഒരു വ്യക്തി, ആമേൻ നല്ല ആരോഗ്യമുള്ളവരെ ഉദാഹരണം പറയുകയാണ് 100 രൂപ, ഇച്ചിരി കൂടെ ആരോഗ്യം കുറഞ്ഞവരെ 80, 50, 30, അവസാനം പ്രായമായ 10-75 വയസ്സ് അല്ലെ 80 വയസ്സായ ആ ഒരു അടിമയെ 5 രൂപ എന്നിങ്ങനെ നിർത്തുവാന്ന് വിചാരിക്കുക. യോസഫിൻ്റെയൊക്കെ കാലഘട്ടം നമുക്കറിയാം. നല്ല യൗവനപ്രായം, 17 വയസ്സുള്ള അന്നേരം തന്നെ മേടിച്ചിട്ട് പോവുക. ആരോഗ്യമുള്ളവർ എന്ത് ചെയ്യും? അന്നേരം വായിക്കൊണ്ട് 100 രൂപ എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് മേടിക്കും. 80 രൂപ എന്ന് പറഞ്ഞാൽ 80 രൂപയ്ക്ക് മേടിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉച്ചയായപ്പോഴത്തേക്ക് 4 ജണം തീർന്നു. ഇനി അവസാനം പല്ല് കൊഴിയാറായി നിൽക്കുന്ന 5 രൂപയുടെ ആളേ ഉള്ളൂ. 5 രൂപയുടെ ആളേ ഉള്ളൂ. ആ 5 രൂപയുടെ ആള് വൈകിട്ട് 5 മണിയായിട്ടും വിൽപ്പന പോയില്ല. കഴുത്തേക്കൂടെ കയറിട്ടേക്കുക. 5 മണി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അടിമ വ്യാപാരി മൃഗീയമായി ഉപദ്രവിച്ച് അടിച്ച് അടുത്ത ആ തൊഴുത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോഴാ ഒരു മനുഷ്യൻ വന്നിട്ട് പറയാ, ഈ അടിമയ്ക്ക് എത്രയാ? 5 രൂപ. ഞാൻ 250 രൂപ തരട്ടെ. അപ്പം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. 250 രൂപ കൊടുത്ത് മേടിക്കുമ്പോൾ 245 രൂപ എന്തുവാണ് ലാഭം? ഞാൻ ഒരു ഉദാഹരണം പറയുവാണേ. 245 രൂപ ലാഭമാണ്. അപ്പോൾ ആ അടിമ വിചാരിക്കുന്നത് എന്തുവാ? എന്നെ ഇനി ക്രൂരമായിട്ട് ഉപദ്രവിക്കുക. ഇത്രയും വില കൊടുത്ത് മേടിച്ചോണ്ട് പോയത് എന്നെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാനാ. നല്ല അടിമച്ചന്തയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ, ഹല്ലേലൂയ, ആ അടിമച്ചന്തയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ആ കഴുത്തേന്ന് ആ കയർ ഊരിയിട്ട് ആമേൻ അടിമയോട് പറയുക, പൊയ്ക്കോ, നീ സ്വതന്ത്രനാ. ഇതിൻ്റെ പേരാ വീണ്ടെടുപ്പെന്ന് പറയുന്നത്. ഇവിടെ യേശു ക്രിസ്തു മുഖാന്തരം തിരുഹിത പ്രസാദത്തിന് നമ്മെ എന്ത് ചെയ്തു? ദത്തെടുത്തു. നമ്മൾ എന്തെങ്കിലും വില കൊടുത്തിട്ടാണോ? ഹല്ലേലൂയ. 5 രൂപ വിലയുള്ള ആ മനുഷ്യനെ 250 രൂപ വില കൊടുത്തിട്ട് തിരിച്ചെടുത്ത് ആ അടിമച്ചന്തയിലോട്ട് വെളിയിലോട്ട് കൊണ്ടുവന്നപ്പോൾ സ്വതന്ത്രനായി വിട്ടയച്ച ആ മനുഷ്യൻ എത്ര ഉദാരമനസ്കനാണ്. ഇതാ ക്രിസ്തു ക്രൂശിൽ നമുക്ക് ചെയ്തത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അങ്ങനെ ആയിരിക്കുന്ന കാലഘട്ടത്തിലാ ആ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നത്. ആ ക്രിസ്തുവിലൂടെ നമ്മൾ ദത്തെടുക്കപ്പെട്ട് മക്കളായി മാറിയത്. അപ്പോൾ ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്കും അവകാശപ്പെട്ടതാ. 2 പദങ്ങൾ നമ്മൾ ഇന്നലെ ഇന്നുമായിട്ട് ചിന്തിച്ചു. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ദൈവം അവനിൽ തിരഞ്ഞെടുത്തു. 2, ഇന്ന് നമ്മൾ ചിന്തിച്ച വാചനം ഒന്നുകൂടെ ഞാനത് വായിച്ച് കേൾപ്പിക്കാം. നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. കണ്ടോ, യേശു ക്രിസ്തു മുഖാന്തരം ദത്ത്. അപ്പൊ യേശു ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്കുള്ളതാ. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ജയജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയും. കർത്താവ് നമ്മൾ അതിനായിട്ട് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 97456000
23 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.